ഹായ്, എൻ്റെ അമേരിക്കൻ യാത്രകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ താമസിക്കുന്നത് ന്യൂയോർക്കിൻ്റെ തന്നെ ഭാഗമായ സ്റ്റാറ്റൻ ഐലൻഡിലാണ്. ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായ അനിയൻ കുഞ്ഞിൻ്റെയും ആലീസിൻ്റെയും കൂടെയായിരുന്നു ഞങ്ങളുടെ താമസം. ജോലിയിൽ നിന്നും ഒരാഴ്ചയോളം അവധിയെടുത്ത് അവർ ഞങ്ങളോട് കാണിച്ച ആതിഥ്യ മര്യാദയും സഹായങ്ങളും ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ഇതാണ് അവരുടെ സ്റ്റാറ്റൻ ഐലൻഡിലുള്ള വീട്. ഇവിടെയുള്ള പല വീടുകളും 3 നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വസ്ത്രം കഴുകൽ, കുക്കിംഗ് തുടങ്ങിയ നിത്യേനയുള്ള ജോലികളെല്ലാം അണ്ടർഗ്രൗണ്ടിലുള്ള സ്ഥലത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള മുറികളെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. ശൈത്യകാലത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലാണ് എല്ലാ വീടുകളുടെയും നിർമ്മാണ രീതി. ന്യൂയോർക്ക് നഗരത്തിലെ 5 ബറോകളിൽ ഒന്നാണ് മാൻഹാട്ടന്റെയും ബ്രൂക്ലിന്റെയും തെക്ക് പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്ന സ്റ്റാറ്റൻ ഐലൻഡ്. ന്യൂയോർക്ക് നഗരത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് നഗരത്തിലെ 5 ബറോകളിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണ്. സമ്പന്നമായ ചരിത്രവും സവിശേഷമായ സ്വഭാവമുള്ള ഈ പ്രദേശം ചരിത്രപരമായി 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ സ്ഥിരതാമസമാക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ലെനാപ്പ് എന്ന തദ്ദേശീയരായ അമേരിക്കക്കാരുടെ വാസസ്ഥലമായിരുന്നു. 1898-ൽ 5 ബറോകൾ ഏകീകരിച്ചപ്പോൾ ഇത് ന്യൂയോർക്ക് സിറ്റിയുടെ ഭാഗമായി. ഹൈക്കിംഗ് ട്രെയിലുകൾ, തണ്ണീർത്തടങ്ങൾ, വനപ്രദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പാർക്കുകളുടെയും പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളുടെയും വിശാലമായ ശൃംഖല ഉൾപ്പെടെ നിരവധി പ്രകൃതിദത്ത സ്ഥലങ്ങൾ സ്റ്റാറ്റൻ ദ്വീപിലുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഹരിത ഇടങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിന്റെയും നഗരജീവിതത്തിന്റെയും സമന്വയത്തിന് സ്റ്റാറ്റൻ ദ്വീപിനെ വേറിട്ടതാക്കുന്നു. ഒരു സബർബൻ അന്തരീക്ഷം നിലനിർത്തുന്ന സ്റ്റാറ്റൻ ദ്വീപിന് വൈവിധ്യമാർന്ന ജനസംഖ്യയുണ്ട്. നിരവധി ഒറ്റപ്പെട്ട കുടുംബ വീടുകളുള്ള ഈ പ്രദേശം മാൻഹാട്ടനിലെയും ബ്രൂക്ലിനിലെയും തിങ്ങി നിറഞ്ഞ അയൽപ്പക്കങ്ങളെ അപേക്ഷിച്ച് ശാന്തമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. പരിസരം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഇന്നാട്ടുകാരുടെ പൗരബോധം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ പരിസരങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നത് അസൂയയോടെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള മിക്ക വിദേശ രാജ്യങ്ങളും പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ വൃത്തിയായിട്ടാണ് അവർ പരിപാലിക്കുന്നത്. ഈ രാജ്യം അവരുടേത് കൂടിയാണ് എന്ന ബോധം പൗരന്മാരിൽ സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടവും വിദ്യാഭ്യാസ സമ്പ്രദായം വിജയിച്ചിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്ന വൃത്തിയും പെരുമാറ്റ രീതികളുമൊക്കെ. ബറോയുടെ വിവിധ ഭാഗങ്ങളെ ഫെറി ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റാറ്റൻ ഐലൻഡ് റെയിൽവേയും ബസ് സർവീസുകളുമാണ് സ്റ്റാറ്റൻ ഐലൻഡിന്റെ ഗതാഗതം പ്രധാനമായും സുഗമമാക്കുന്നത്. പ്രസിദ്ധമായ വെരാസാനോ പാലം ഉൾപ്പെടെ നിരവധി പാലങ്ങൾ വഴി ബ്രൂക്ലിനിലേക്കും ന്യൂജേഴ്സിയിലേക്കും ഈ പ്രദേശത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എല്ലീസ് ഐലൻഡ്, ന്യൂയോർക്ക് ഹാർബർ എന്നിവയുടെ അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന മാൻഹാട്ടനിലേക്കുള്ള ഇവിടെ നിന്നുമുള്ള സ്റ്റാറ്റൻ ഐലൻഡ് ഫെറി പ്രശസ്തവും മനോഹരവുമായ ഒരു ജലപാതയാണ്. ഞാനിപ്പോൾ ആ ഫെറിയിൽ മാൻഹാട്ടനിലേക്കുള്ള യാത്രയിലാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മാൻഹാട്ടനും അവിടുത്തെ ചില പ്രധാന സ്ഥലങ്ങളും നടന്നു കാണുക എന്നതാണ് ഇന്നത്തെ പ്ലാൻ. സ്റ്റാറ്റൻ ഐലൻഡിലെ സെന്റ് ജോർജിലെ ഫെറി ടെർമിനലിൽ നിന്നാണ് മാൻഹാട്ടനിലേക്കുള്ള ഫെറി പുറപ്പെടുന്നത്. ന്യൂയോർക്ക് ഹാർബറിന് കുറുകെ ഏകദേശം 8.5 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ജലയാത്ര മനോഹരമായ ഒരു യാത്ര നമുക്ക് നൽകുന്നു. ഏകദേശം 5000-ഓളം ആളുകൾക്ക് ഇരുന്നും നിന്നും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒന്നിലധികം ഡെക്കുകളുള്ള ഫെറി ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയുടെ രസകരമായ ഒരു സവിശേഷത ഇത് സൗജന്യമാണ് എന്നതാണ്. അങ്ങനെ എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ഈ ഗതാഗത മാർഗം ന്യൂയോർക്ക് നഗരത്തിന്റെ ഗതാഗത ശൃംഖലയുടെ ഒരു സുപ്രധാന ഭാഗമാണ്. ലോവർ മാൻഹാട്ടന്റെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിറഞ്ഞ ഐക്കണിക് സ്കൈലൈനിന്റെ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഫെറി യാത്ര തുടങ്ങുന്നത്. ഏകദേശം അരമണിക്കൂർ നീളുന്ന ഈ യാത്രയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എല്ലീസ് ദ്വീപ് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ലോവർ മാൻഹാട്ടനിന്റെ തെക്കേ അറ്റത്തുള്ള ബാറ്ററി പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹോൾ സ്ട്രീറ്റ് ടെർമിനലിലാണ് ഫെറി എത്തിച്ചേരുന്നത്.
17-ാം നൂറ്റാണ്ടിൽ നഗരത്തെ സംരക്ഷിക്കുന്നതിനായി ഇവിടെ സ്ഥാപിച്ചിരുന്ന പീരങ്കി ബാറ്ററികളുടെ പേരിലുള്ള ബാറ്ററി പാർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കും എല്ലിസ് ദ്വീപിലേക്കുമുള്ള ഫെറി ബോട്ടുകളുടെ ഒരു കവാടമാണ്. ഇവിടെ നിന്നും യാത്രക്കാർക്ക് ന്യൂയോർക്ക് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള സബ്വേ ലൈനുകൾ, ബസ്സുകൾ, മെട്രോ എന്നിവ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ബാറ്ററി പാർക്കിൽ നിന്ന് മെട്രോ സബ്വേയിലാണ് ഞാൻ മാൻഹട്ടനിലേക്ക് യാത്ര ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള ന്യൂയോർക്ക് മെട്രോ സബ്വേ സിസ്റ്റം പ്രതിദിനം ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് സേവനം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ സബ്വേ ആണ്. 24 ട്രെയിൻ ലൈനുകളും 470 സ്റ്റേഷനുകളും ഏകദേശം 2400 ട്രെയിനുകളുമുള്ള ഈ മെട്രോ വിവിധ ബറോകളെയും സമീപ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ന്യൂയോർക്ക് മുഴുവനും സേവനം നൽകുന്നു. ബാറ്ററി പാർക്കിൽ നിന്ന് വടക്കോട്ട് പോകുന്ന സബ്വേ ലൈനുകൾ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്, സിറ്റി മോൾ, മിഡ് ടൗൺ എന്നിവയുൾപ്പെടെ മാൻഹാട്ടനിലെ വിവിധ പ്രധാന പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സബ്വേ തിരക്കേറിയ നഗരത്തിലൂടെയുള്ള വേഗതയേറിയതും കാര്യക്ഷമവുമായ ഒരു യാത്രാമാർഗമാണ്. ഇതുപോലത്തെ കലാപരിപാടികൾ ഇവിടെയുമുണ്ട് കേട്ടോ. എന്താണ് കാരണമെന്നറിയത്തില്ല. എന്നാൽ നമ്മുടെ നാട്ടിലേതുപോലെ അതെന്താണെന്ന് തിരക്കാൻ ഇവിടുത്തുകാർക്ക് താല്പര്യവുമില്ല. ഇതാണ് ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. ഈ ടെർമിനൽ ലോകത്തിലെ ഏറ്റവും മികച്ചതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഗതാഗത കേന്ദ്രങ്ങളിലൊന്നാണ്. 1913 തുറന്ന ഈ ടെർമിനൽ റീഡ്, സ്റ്റെം, വാറൻ, വെറ്റ്മോർ എന്നിവരുടെ രൂപകൽപ്പനയിൽ പണിതാണ്. നഗരത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച കാരണം കാലഹരണപ്പെട്ട ഗ്രാൻഡ് സെൻട്രൽ ഡിപ്പോയ്ക്ക് പകരമായിട്ടാണ് ഈ ടെർമിനൽ നിർമ്മിച്ചത്. ഫ്രഞ്ച് ഭാഷയിൽ മനോഹരമായ കലകൾ എന്നർത്ഥം വരുന്ന ഇതിന്റെ ബ്യൂക്സ് ആർട്സ് വാസ്തുവിദ്യാ ശൈലി, വളഞ്ഞ ആകൃതിയിലുള്ള ആകാശത്ത് വരച്ച ചിത്രങ്ങൾ പോലെയുള്ള ഗംഭീരമായ സീലിംഗ്, മെയിൻ കോൺകോഴ്സിന്റെ ഐക്കോണിക് ക്ലോക്ക്, ഓയിസ്റ്റർ ബാർ പോലുള്ള സവിശേഷതകളാൽ പ്രശസ്തമാണ്. ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ ഒരു വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, ന്യൂയോർക്കിന്റെ സബർബൻ സ്ഥലങ്ങളിലേക്ക് യാത്രക്കാരെ ബന്ധിപ്പിക്കുന്ന മെട്രോ നോർത്ത് റെയിൽ റോഡിന്റെ പ്രധാന ഗതാഗത കേന്ദ്രം കൂടിയാണത്. 48 ഏക്കറിൽ 2 തലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ടെർമിനലിൽ 48 പ്ലാറ്റ്ഫോമുകളുണ്ട്. പ്രതിവർഷം 20 ദശലക്ഷത്തിലധികം യാത്രക്കാർ കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു ട്രാൻസിറ്റ് ഹബ്ബായ ഇതിനുള്ളിൽ റീറ്റെയിൽ സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ, ഇവന്റ് സ്പേസുകൾ എന്നിവയുമുണ്ട്. 1976 ഒരു ദേശീയ ചരിത്ര ലാൻഡ്മാർക്കായി ഇതിനെ പ്രഖ്യാപിക്കപ്പെട്ടു. വൺ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയത്തിന്റെ ഒരു പ്രധാന ഭാഗം ദ ഒക്കുലസ് എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെന്റർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ്. വാസ്തുശില്പിയായ സാന്റിയാഗോ കാലട്രാവ രൂപകൽപ്പന ചെയ്ത ഈ ശ്രദ്ധേയമായ ഘടന സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രതീകപ്പെടുത്തുന്ന ഒരു പറക്കുന്ന പക്ഷിയോട് സാമ്യമുള്ളതാണ്. സബ്വേ ലൈനുകൾ, ന്യൂയോർക്കിനെ ന്യൂ ജേഴ്സിയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ, ഫെറികൾ എന്നിവയിൽ നിന്നുള്ള യാത്രക്കാരെ ബന്ധിപ്പിക്കുന്ന ഒരു ഗതാഗത കേന്ദ്രമായി ഒക്കുലസ് പ്രവർത്തിക്കുന്നു. വെളുത്ത സ്റ്റീൽ ഘടനയും വലിയ ഗ്ലാസ് പാനലുകളുമുള്ള കെട്ടിടത്തിന്റെ തുറന്ന ഡിസൈൻ ഒരു സവിശേഷമായ അനുഭവമാണ് നൽകുന്നത്. ആഡംബര സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവ ഉൾപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള ഒരു തിരക്കേറിയ ഷോപ്പിംഗ് മാളാണ് ഒക്കുലസ്. റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വലിച്ചെറിയപ്പെട്ട മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രായേൽ കലാകാരനായ ബെവർലി ബർക്കത്താണ് എർത്ത് പോയിറ്റിക്ക എന്ന ഈ കലാരൂപം സൃഷ്ടിച്ചത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഓക്കുലസിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ശക്തമായ ഒരു പൊതു ആർട്ട് ഇൻസ്റ്റലേഷനാണ് ദ ന്യൂയോർക്ക് സിറ്റി ആനിമൽസ് എന്ന പേരിലുള്ള ഒരു കൂട്ടം വന്യജീവി ശില്പങ്ങൾ. ആർട്ടിസ്റ്റ് ഗിൽഡോ മെഡ്രി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച കാട്ടുപോത്ത്, കരടി, മാനുകൾ എന്നിവയുൾപ്പെടെ വിവിധ മൃഗങ്ങളെ അവതരിപ്പിക്കുന്ന ഇത് പ്രകൃതിയുടെ ശക്തി, പ്രതിരോധം, ചൈതന്യം എന്നിവ പ്രതീകപ്പെടുന്നതോടൊപ്പം വന്യജീവികളുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. മിഡ് ടൗൺ മാൻഹാറ്റനിൽ 22 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 19 വാണിജ്യ കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമാണ് റോക്ക്ഫെല്ലർ സെന്റർ. 1939 പൂർത്തീകരിച്ച് റോക്ക്ഫെല്ലർ കുടുംബം വികസിപ്പിച്ചെടുത്ത ഇത് മഹാമാന്ദ്യകാലത്ത് ന്യൂയോർക്കിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എണ്ണ വ്യവസായത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന ഒരു അമേരിക്കൻ വ്യവസായിയായിരുന്നു ജോൺ ഡി റോക്ക്ഫെല്ലർ. ആധുനിക
ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. ആർക്ക് ഡെക്കോ ആർക്കിടെക്ചർ, വിസ്തൃതമായ ഭൂഗർഭ കോൺകോഴ്സ്, NBC സ്റ്റുഡിയോയുടെ ആസ്ഥാനമായ 30 റോക്ക്ഫെല്ലർ പ്ലാസ എന്നിവയ്ക്ക് ഈ കേന്ദ്രം പ്രശസ്തമാണ്. പ്രശസ്തമായ ആനുവൽ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ്, ഐസ് സ്കേറ്റിംഗ് റിങ്ക്, റേഡിയോ സിറ്റി മ്യൂസിക് ഹാൾ എന്നിവയും അറ്റ്ലസ് പ്രതിമ, ഡിഗോ റിവേരയുടെ ചുവർച്ചിത്രങ്ങൾ പോലുള്ള ശ്രദ്ധേയമായ കലാരൂപങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ സമുച്ചയം. 1985 ന്യൂയോർക്ക് സിറ്റി ലാൻഡ്മാർക്കും 1987 ദേശീയ ചരിത്ര ലാൻഡ്മാർക്കുമായി നിയോഗിക്കപ്പെട്ട റോക്ക്ഫെല്ലർ സെന്റർ ഒരു സാംസ്കാരിക കേന്ദ്രവും ന്യൂയോർക്കിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലവുമാണ്. മാൻഹാട്ടൺ യഥാർത്ഥത്തിൽ ചലനാത്മകവും നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. അതുതന്നെയാണ് ചരിത്രവും സംസ്കാരവും ആധുനികതയും കൂടിച്ചേരുന്ന ഈ നഗരത്തെ ലോകത്തിലെ ഏറ്റവും ആകർഷകവും തിരിച്ചറിയാവുന്നതുമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതും. US-ലെ എൻ്റെ യാത്രാ പരമ്പര അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ന്യൂയോർക്കിലെ 2 പ്രധാന സ്ഥലങ്ങൾ കൂടി എനിക്ക് കാണിച്ചു തരാനുണ്ട്. അത് അടുത്ത തിങ്കളാഴ്ചത്തെ അവസാന എപ്പിസോഡിൽ കാണിക്കാം.